ഹായ് നമസ്കാരം, ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. ഇപ്പോൾ പറയാൻ പോകുന്ന വിഷയം കേൾക്കുമ്പോൾ കുറേ പേർക്ക് ചൊറിച്ചിലും പൊള്ളലൊക്കെ ഉണ്ടാവും. പൊള്ളലും ചൊറിച്ചിലൊക്കെ മാറ്റി വെച്ചുകൊണ്ട് മിണ്ടാതെ ഇരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താണെങ്കിൽ മോഹൻലാലിൻ്റെ റിലീസിങ് സിനിമകൾ 2-3 വന്നു. ഒന്ന് സ്ഫടികം എന്ന സിനിമ വന്നു, ഒന്ന് ദേവദൂതൻ എന്ന സിനിമ വന്നു, ഒന്ന് മണിച്ചിത്രത്താഴ് എന്ന സിനിമ വന്നു. 3 സിനിമ വന്നു. ഈ 3 സിനിമകളും 2 കോടി 3 കോടി 4 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അലക്കി പൊളിക്കുകയാണ്. ഇപ്പോൾ ആരാണ് ഈ തള്ളു കണക്ക് ഉണ്ടാക്കിയെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇവർ തന്നെയാണ് മോഹൻലാൽ ഫാൻസിൻ്റെ ഏറ്റവും വലിയ ഗുണം. എന്താണെങ്കിൽ തള്ളാൻ ഇവരെ പോലെ ആർക്കും സാധിക്കില്ല. അത് ലാലേട്ടൻ മുതൽ ആൻ്റണി പെരുമ്പാവൂർ മുതൽ ഈ ഏറ്റവും താഴെയുള്ള എന്താ പറയുക ശരത് ലാൽ വരെ, ശരത് ലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരത് ലാലേട്ടൻ വരെയുള്ള ഗഡികൾ എല്ലാവരും ഇൻ്റർനാഷണൽ തള്ളുകാരാണ്. ഓൾ ഇന്ത്യ തള്ളു ഫാൻസ് അസോസിയേഷൻ സംസ്ഥാന ടീമാണ് ഇവരൊക്കെ. ഇവരാണ് ഈ മണിച്ചിത്രത്താഴും അതുപോലെ തന്നെ സ്ഫടികവും ദേവദൂതനൊക്കെ ഇത്ര തള്ളി മറിച്ച് കയറ്റി വെച്ചിട്ടുള്ളത്. 3 കോടി 4 കോടി 5 കോടി എന്നൊക്കെ ഇവർ പറയണതല്ലാണ്ട് ഇതിന് കണക്കൊന്നുമില്ല. ഇത് നമ്മളൊക്കെ കണ്ടത് തന്നെ ഈ സിനിമയ്ക്ക് വന്നപ്പോൾ വലിയ ഗുമ്മൊന്നും ഉണ്ടായിരുന്നില്ല. ദേവദൂതൻ എന്ന് പറഞ്ഞാൽ വമ്പം പരാജയ സിനിമയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പരാജയ സിനിമയാണ് ദേവദൂതൻ. ആ ദേവദൂതൻ എന്ന സിനിമ കുറേ കാലങ്ങൾക്ക് ശേഷം ടി വിയിലും മറ്റുള്ളതിലേക്ക് വന്ന് അങ്ങനെ കുറേ പാട്ടുകളൊക്കെ ഹിറ്റായപ്പോൾ ഈ സിനിമ ഗംഭീര സിനിമയാണെന്ന് പറഞ്ഞിട്ട് ഇവർ നടതള്ളി ഇവർ വലിയ സംഭവമാക്കിയിട്ട് ഇവർ ഏറ്റെടുത്ത് ഇവർ തന്നെ എല്ലാ മോഹൻലാൽ ഫാൻസുകാർക്കും നിർബന്ധമായി സിനിമയ്ക്കിപ്പോൾ പാർട്ടിക്കാരെ പോലെ CPM-ൻ്റെ പാർട്ടിക്കാർ അതിൽ നിൽക്കുന്ന അവർ വലിയ ജാതി പരിപാടിക്ക് വരുന്ന സമയത്ത് ഇവർ നിർബന്ധമായിട്ടും അവർ എന്തായാലും പങ്കെടുക്കണമെന്ന് പറയും. പങ്കെടുത്തില്ലെങ്കിൽ അവൻ്റെ ജോലി കളയും. ഇപ്പോൾ സൊസൈറ്റികളിലൊക്കെ ജോലിയുള്ളവരാണെങ്കിൽ ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത പിന്നെ അവന് ജോലി ഉണ്ടാവില്ല. അങ്ങനെ അതേപോലെ തന്നെ മോഹൻലാൽ ഫാൻസുകാർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് ഈ സിനിമ കണ്ടിരിക്കണം. ഓരോ മോഹൻലാൽ ഫാനാണെങ്കിൽ ഈ സിനിമ കണ്ടിരിക്കുന്നുണ്ട് അവരും നിർബന്ധമായി ടിക്കറ്റ് കൊടുത്തിട്ട് സിനിമയ്ക്ക് കയറ്റി. അല്ലാതെ ഈ സിനിമയ്ക്ക് കാണാൻ ആരുണ്ടാവുക? അങ്ങനെ കോടി കിട്ടി, 3 കോടി കിട്ടി, 4 കോടി കിട്ടി എന്ന് പറഞ്ഞു. പക്ഷെ കൃത്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു സിനിമ എന്ന് പറഞ്ഞാൽ റിലീസ് ചെയ്തിട്ട് സത്യസന്ധമായി വിജയിച്ച ഒരേ ഒരു സിനിമ മാത്രമേ ഉള്ളൂ. ഒരു വടക്കൻ വീരഗാഥയാണ്. ഈ വടക്കൻ വീരഗാഥയാണ് നമ്മൾ പബ്ലിക് റെസ്പോൺസ് ഇത്രയും കണ്ടുള്ളത്. ഇത്രയും പബ്ലിക് റെസ്പോൺസ് കണ്ട ഒരു സിനിമയിൽ മറ്റുള്ള എന്താ പറയുക ലാലേട്ടൻ്റെ സിനിമകൾ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമകൾ സ്ഫടികമായാലും മണിച്ചിത്രത്താഴായാലും ദേവദൂതനായാലും പബ്ലിക് ഇങ്ങനെ പറഞ്ഞു കേട്ടില്ല. ഇവർ തന്നെയാണ് ഈ മോഹൻലാൽ ഫാൻസുകാരാണ് ഗംഭീരായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെ. പക്ഷേ വടക്കൻ വീരഗാഥ എന്ന സിനിമ തിയേറ്ററിൽ വന്ന സമയത്ത് എല്ലാവരും പബ്ലിക് ഇന്ന മമ്മൂട്ടിന്നില്ല ലാലേട്ടന്നില്ല ആരുമില്ല, എല്ലാവരും ഗംഭീരമായി പറഞ്ഞ് അത്രമാത്രം ആളുകൾ ഇടിച്ച് കയറി കണ്ട സിനിമയാണ്. കൃത്യമായുള്ള കണക്ക് മാത്രമേ അവർ പറയുള്ളൂ. ഏകദേശം 2 കോടിയോളം രൂപ കളക്ട് ചെയ്യുന്ന കൃത്യമായ കണക്കാണ്. ഇപ്പോഴും ഈ ആഘോഷത്തിനെ പിടിച്ചു കെട്ടാനായിട്ടില്ല. ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന തൃശ്ശൂരൊക്കെ 25 ഇന്ന് വരെ 7:10 ഷോ ഐനോക്സിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഏറ്റവും വലിയ രസം. അപ്പോൾ ഇതാണ് ഒറിജിനൽ, മറ്റുള്ളെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം വടക്കൻ വീരഗാഥയാണ് ഇപ്പോൾ ഇറങ്ങിയുള്ള സിനിമകളുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുള്ളത് 100% നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. കാരണം ഇത്രയും ദിവസം 25 ദിവസം കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ ഈ പറഞ്ഞ 3 സിനിമകൾ മോഹൻലാലിൻ്റെ 3 സിനിമകൾക്കും ഉണ്ടായിട്ടില്ല. അതൊക്കെ തള്ളിമറയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. മോഹൻലാലിൻ്റെ ഒരുവിധം സിനിമകളൊക്കെ എല്ലാ സിനിമകളും ഒരുവിധം സിനിമകളല്ല 99% സിനിമകളും ഇപ്പോൾ മുമ്പ് പറഞ്ഞ കേട്ട പുലിമുരുകനായിക്കോട്ടെ ലൂസിഫർ ആയിക്കോട്ടെ എല്ലാം തള്ളു ആണെന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ മമ്മൂട്ടി അങ്ങനെ ഒരു തള്ളുകാരനാണെങ്കിൽ ടർബോ എന്ന സിനിമയുടെ കളക്ഷൻ ഞാൻ തന്നെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഏകദേശം 85-90 കോടിയുടെ മുകളിലേക്ക് ആയ സമയത്ത് വരെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ പിന്നെ അവരൊന്നും പറഞ്ഞില്ല. അവർക്ക് വേണമെങ്കിൽ പറയാം ഞാനാണ് മമ്മൂട്ടിയെങ്കിൽ എനിക്ക് വേണമെങ്കിൽ കോടിക്കണക്കിന് രൂപയുള്ള എനിക്ക് വേണമെങ്കിൽ പറയാം അത് 100 കോടി എന്ന് പറയാം. അതുപോലെ ഭീഷ്മപർവം പറയാം. കാരണം ഈ പറഞ്ഞ 89 കോടി 99 കോടി 98 കോടി അങ്ങോട്ട് കളക്ട് ചെയ്ത സിനിമയാണ് വേണമെങ്കിൽ പറയാം. കണ്ണൂർ സ്കോഡ് പറയാം. ഈ സിനിമകളൊന്നും മമ്മൂട്ടി പറയില്ല. കാരണം അതിൻ്റെ ആവശ്യമൊക്കില്ല. അല്ലാണ്ട് ഇപ്പോൾ ഒരു കച്ചവട സിനിമ അല്ലെങ്കിൽ തള്ളുകാരനാണ് മമ്മൂട്ടിയെങ്കിൽ അത് പറയാൻ പറ്റുമായിരുന്നു. ഞാനാണെങ്കിൽ പറയും, വേറെ ആരാണെങ്കിലും പറയും. പക്ഷേ മമ്മൂട്ടി അത് ചെയ്യില്ല. അത് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടിക്ക് 100 കോടി സിനിമയില്ല എന്ന് മാത്രം ഒരു ഡിഫോൾട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന മോഹൻലാൽ ഫാൻസുകാർക്ക് നാമോഭാഗം.